بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 73-ാമത്തെ അധ്യായം സൂറത്തുൽ മുസ്സമ്മിൽ, അതിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ്, വചനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സിലൂടെ നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും. 11 മുതലുള്ള വചനങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതി തുടങ്ങാം. 11-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. ഒന്നുകൂടി. وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വസർനി എന്ന് രണ്ടും പറയുന്നത്. നാവിന്റെ അറ്റത്താണ്. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമതി എന്ന് ഓതിപ്പോകാറുണ്ട് ആളുകൾ. സാധാരണ നമ്മളെല്ലാ സ്ഥലത്തും നിഅമത്ത് എന്നാണ് കാണാറും കേൾക്കാറും ഒക്കെ ഉള്ളത്. ഉലിൻ നിഅമതിയാണ്. ഉലിൻ നിഅമതി വമഹിൽഹും ഖലീല. വമഹിൽ, ഹ ശബ്ദമാണ്. ഹ നാവിന് റോളില്ല, തൊണ്ടയുടെ ഏറ്റവും ലാസ്റ്റ് ആണ്. വമഹിൽഹും ഖലീല. വമഹിൽഹും വായ നിറച്ചാക്കി പറ ഖലീല. ഇന്ന ലദൈന, ഇന്ന ശബ്ദല നൂന് മണിച്ചോദ. ലദൈന ചെറിയ മത്ത് അവിടെ കൊടുക്കണം. അൻകാല എന്നുള്ള ആകാലൻ അവിടെ ഇഖ്ഫാണ്, അവ്യക്തമാക്കി. ലൗവ എന്നുള്ള ചേർത്തും മണിച്ചു മോദന. ഇദ്ഗാമും ബിഗുന്ന എന്നാണ്. വിത്ത് ഗുന്നയാണ്, ഉന്നത്തോടു കൂടിയാണ് ഓതേണ്ടത്. وأنكالا وجحيما وطعاما. അവിടെയും എന്താണ്, അവിടെ നമ്മൾ ഇഖ്ഫ ആണ്, അവ്യക്തമായിട്ടാണ് മണിക്കേണ്ടത്. വത്വആമാ എന്നുള്ളത് എന്നുള്ള ചേർത്തും മണിച്ചു ഓതണം. വഅദാബൻ അലീമ. അദാബൻ എന്നുള്ള ആ തെൻവീനെ നമ്മൾ വെളിവാക്കി പറയാം, ക്ലിയർ ആക്കി പറയാം. അതാണ് നമ്മൾ ഇദ്ഹാർ എന്ന് പറയുന്നത്. തെൻവിനെ കൃത്യമായ രൂപത്തിൽ അതിനെ പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് അദാബൻ എന്നുള്ളത്. പിന്നെ യൗമ തർജുഫുൽ അർദു
വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ. കെസാ പറയുമ്പോൾ നാവിൻ്റെ അറ്റത്ത് ഉച്ചരിക്കുക. ക്യാഫാണ്. കസീബമ്മ എന്നുള്ള ചേർത്ത് മണിച്ചു. അതെ, കസീബം മഹീല എന്ന്. കസീബം മഹീല. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതോടൊപ്പം വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കാനും അള്ളാഹുമായി ഒരു ആത്മബന്ധം പുലർത്തുന്നതിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും റബ്ബായ ആ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫത്തഹിർഹു വക്കീല, അവനെ ആണ് എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒട്ടനേകം പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുന്റെ റസൂലിനും സഹാബത്തിനും ഒക്കെ ഉണ്ട്. റസൂലിനോട് പറയാണ് വസ്ബിർ അലാ മാ യഖൂൽ. അള്ളാഹുന്റെ റസൂലിനെ വളരെ മോശമായ രൂപത്തിൽ പോലെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്ബിർ, നീ ക്ഷമിക്ക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുന്റെ റസൂലിനോട് പറയുന്നത്. വസ്ബിർ അലാ മാ യഖൂൽ. അവരെന്തൊക്കെയാണോ പറയുന്നത്, ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്, ജ്യോത്സ്യൻ എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മാരണക്കാരൻ എന്ന് പറയുന്നുണ്ട്, കള്ളവാദിയാണെന്ന് പറയുന്നുണ്ട്, പിച്ചുമ്പേയും പറയുന്ന ആളാണെന്ന്, അങ്ങനെ പല വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ പറയട്ടെ, പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യേ, നന്നായി ക്ഷമിക്കുക. വഹ്ജുർ, അവരെ എന്താക്കണം, വെടിയണം. വഹ്ജുർ ഹും, അവരെ വെടിയണം. ഹജറൻ ജമീല, ഭംഗിയായ വെടിയൽ എന്ന് വെച്ചാൽ അവർക്ക് അതിനനുസരിച്ചുകൊണ്ട് അവരോട് മോശമായ രൂപത്തിൽ പ്രതികരിക്കുകയോ അവരുടെ മേൽ അക്രമം ചെലുത്തുകയോ അവരേതെങ്കിലും തരത്തിൽ അവരെ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ടതിൽ ഏറ്റവും മാന്യമായ രൂപത്തിൽ അവരെ വെടിയുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു പറയുന്നു വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമതി വമഹിൽഹും ഖലീല. വദറ യദിറു എന്ന് വെച്ചാൽ തറക്ക യത്രുഖു എന്നാണ്. നമ്മൾ ആ പദം പഠിച്ചിട്ടുണ്ട്. വദറ യദറു, ഉപേക്ഷിച്ചു. വദറാച്ച ഉപേക്ഷിച്ചു. വദറ യദറു. വദറ എന്നുള്ളതിന്റെ കൽപ്പനക്രിയയാണിത് ദർ എന്നുള്ളത്. ദർ എന്നുള്ളത് വ എന്നുള്ളത് മുകളിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തുഫ് ചേർത്തി പറയുകയാണ്, മുകളിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ദർ എന്ന് വെച്ചാൽ നീ ഉപേക്ഷിക്കൂ എന്നാണ്. ഉത്രുഖ് എന്നാണ്. തറക്ക യത്രുഖ്, ഉത്രുഖ് അതാണ്. ഇപ്പൊ വദറ യദറു ദർ. ദർ, നീ ഉപേക്ഷിക്കൂ, നീ എന്നെ. ഇപ്പൊ വദർ നീ എന്ന് പറയുമ്പോൾ എന്നെ നീ എന്താക്കൂ, ഉപേക്ഷിക്കൂ. ഉത്രുഖു നീ എന്നർത്ഥം. എന്നെ നീ ഉപേക്ഷിക്കൂ. എന്നോടൊപ്പം ആരെയും ഉപേക്ഷിക്കൂ. അതോടൊപ്പം തന്നെ അൽ മുക്കദ്ദിബീൻ, മുക്കദ്ദിബീൻ കളവാക്കുന്നവര്, വ്യാജമാക്കുന്നവര്. അപ്പൊ അത് നമുക്കറിയുന്നതാണ്, പഠിച്ചതാണ്. കദ്ദബ യുകദ്ദിബു, കദ്ദബ കളവാക്കി, മുക്കദ്ദിബ് കളവാക്കുന്നു. തക്ദീബ് കളവാക്കൽ, കളവാക്കുന്ന ആൾക്കാണ് എന്ന് പറയാം മുക്കദ്ദിബ് എന്ന് പറയാം. അതിന്റെ പ്ലൂറലാണ് മുക്കദ്ദിബീൻ എന്നുള്ളത്, കളവാക്കുന്നവർ. അപ്പൊ എന്നെയും എന്നോടൊപ്പം ആരെയും ഉപേക്ഷിക്കുക, വൽ മുക്കദ്ദിബീന കളവാക്കുന്നവരെയും. എങ്ങനെയുള്ള കളവാക്കുന്നവരാണ്? ഉലിന്നഅമതി, ഉലിന്നഅമ, നഅമയുണ്ട്, നിഅമയുണ്ട്, നുഅമയുണ്ട്. നമ്മൾ കൂടുതലും ഭാഗങ്ങളിൽ കാണുന്ന നിഅമാണ്, നിഅമത്ത് അല്ലെ. നിഅമത്ത് നിങ്ങളൊക്കെ അറിയുന്നത് പോലെ എന്താണ്? നിഅമത്ത് വെച്ചാൽ അനുഗ്രഹം എന്നുള്ള അർത്ഥമാണ്. റഹ്മത്ത്, നിഅമത്ത്, ബറക്കത്ത്, അതൊക്കെ അനുഗ്രഹത്തിന് പറയുന്ന പദങ്ങൾ തന്നെയാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഓരോന്ന് ഉപയോഗിക്കുക എന്നർത്ഥം. അപ്പൊ നിഅമ അല്ല, ഇവിടെ നഅമയാണ്. നഅമത്ത് വെച്ചാൽ സുഖലോലുപതക്കാണ് പറയാ. എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടായിത്തരുന്ന സുഖലോലുപത. ദുനിയാവിലെ ആളുകള് ആ അർത്ഥത്തിൽ ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളുമായി കൊണ്ട് റബ്ബിനെയൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതാണ് നഅമ. പിന്നെ നുഅമയുണ്ട്. നുഅമ എന്ന് വെച്ചാൽ ശരിക്കും സുറൂർ എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. സുറൂർ മീൻസ് പിന്നെ സന്തോഷം എന്നുള്ള അർത്ഥം. അത് നുഅമ അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ഉപേക്ഷിക്കൂ, അതോടൊപ്പം എന്നോടൊപ്പം ആരെയും കളവാക്കുന്നവരെയും
എങ്ങനെയുള്ളവരാണ്? ഉലിന്യാമത്തി, സുഖലോലുപന്മാരായ ആൾക്കാർ, അല്ലെ സുഖാനുഗ്രഹത്തിന്റെ ആൾക്കാരായ കളവാക്കുന്ന ആളുകളെയും എന്താക്ക് താങ്കൾ ഉപേക്ഷിക്കുക. എന്ന് വെച്ചാൽ എന്നോടൊപ്പം അങ്ങ് വിട്ടേക്ക്, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാൻ കൈകാര്യം ചെയ്യാം, എന്നോടൊപ്പം അവരെ വിട്ടേക്ക്. വമഹിൽഹും ഖലീല. മഹല യുമഹിലു, മഹല യുമഹിലു എന്ന് വെച്ചാൽ താമസിപ്പിക്കുക, കാലതാമസം വരുത്തുക. ഇതിനാണ് മഹല എന്ന് പറയാം. മഹല യുമഹിലു, അതിന്റെ കൽപ്പനക്രിയയാണ് എന്ത്? മഹിൽ എന്നുള്ളത്. കാലതാമസം വരുത്തൂ, ചെയ്യൂ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മഹിൽ കാലതാമസം വരുത്തുന്ന ഹും അവരെ. അപ്പോ അവർക്ക് കുറച്ച് ഒരു സമയം കൊടുക്കൂ, കുറച്ച് കാലതാമസം. എങ്ങനെയുള്ള ഖലീലൻ, അല്പം, കുറച്ച്. ഖലീൽ അറിയാലോ, ഖലീൽ കുറച്ച്, കസീർ ധാരാളം. അവ കുറച്ച് സമയം, അല്പം അവർക്ക് എന്താ ഇട കൊടുക്കുക, അല്ല അവർക്ക് കാലതാമസം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വദർനി വൽ മുക്കദ്ദിബീന ഉലിൻ നിഅമതി വമഹിൽഹും ഖലീല, എന്നെയും സുഗലോലുപന്മാരായ ആൾക്കാരായ കള്ളവാദികളായിട്ടുള്ള, കളവാക്കുന്നവരായിട്ടുള്ള ആളുകളെയും എന്താക്കുക? വിട്ടേക്കുക, ഉപേക്ഷിക്കുക. എന്നിട്ട് അവർക്ക് നീ എന്ത് ചെയ്യണം? വമഹിൽഹും ഖലീല, അവർക്ക് കുറച്ച് ഒരു കാലതാമസം അവർക്ക് കൊടുക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കാം എന്നുള്ളതാണ് പറഞ്ഞതിനർത്ഥം. ഇന്ന ലദൈന അൻകാലം വജഹീമ. ഇന്ന തീർച്ചയായും, ലദൈന, ലദൈന എന്ന് വെച്ചാൽ ഐന്ദന എന്നാണ് അർത്ഥം. നമ്മുടെ അടുക്കലുണ്ട്. ഇന്ന ലദൈന തീർച്ചയായും നമ്മുടെ അടുക്കൽ. ഇന്ന ഐന്ദന എന്നർത്ഥം. തീർച്ചയായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ വജഹീമ. അൻകാലൻ, അൻകാല് എന്നുള്ളത് പിന്നെ നഖ്ല് എന്നുള്ളതിന്റെ പ്ലൂറലാണ് അൻകാൽ. നഖ്ല് ഈ വിലങ്ങുകൾക്കാണ് പറയാ. വിലങ്ങുകള്, ചങ്ങലകള്, പിന്നെ സൂറത്തുൽ സലാസിൽ പറയില്ലേ, സലാസിൽ, അഗ്ലാൽ എന്നൊക്കെ പറയുന്നല്ലേ, അതൊക്കെ ഏകദേശം ഒരേപോലെയുള്ള പദങ്ങളാണ്. നഖ്ല് അതിന്റെ ജംആണ്, അതിന്റെ പ്ലൂറൽ അൻകാൽ. അപ്പൊ ഇന്ന ലദൈന തീർച്ചയായും നമ്മുടെ അടുക്കലുണ്ട് അൻകാലൻ, വിലങ്ങുകളുണ്ട്. വജഹീമൻ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുണ്ട്. വത്വആമൻ, ഭക്ഷണമുണ്ട്. ഔസ്വത്ത് എന്ന് വെച്ചാൽ ഈ തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥക്കാണ് ഒസത്ത് എന്ന് പറയാം. ഓസ, അത് വെള്ളം നമ്മൾ തൊണ്ടയിൽ കിട്ടുക എന്നൊക്കെ പറയൂലേ, തൊണ്ടയിൽ കുടുങ്ങിപ്പോവുക. ആ വെള്ളമാവട്ടെ ഭക്ഷണമാവട്ടെ അങ്ങനെയൊക്കെയുള്ള. വത്വആമൻ, അവർക്ക് ഭക്ഷണവുമുണ്ട്. തൊണ്ടയിൽ കുടുങ്ങുന്നതായ രൂപത്തിലുള്ള ഭക്ഷണമുണ്ട്. വഅദാബൻ, ശിക്ഷയുണ്ട്. അലീമൻ, വേദനാജനകമായ. അലീം, അലീം എന്ന് വെച്ചാൽ അലമ് എന്ന് വെച്ചാൽ അലിഫ് ആകുമ്പോൾ എന്താണ്? വേദന എന്നുള്ള അർത്ഥമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പദം, അലമ്. അലമ് എന്ന് പറയുമ്പോൾ ഫ്ലാഗിനാണ് പറയാ. അലമ് എന്ന് പറയുന്ന അലിഫാകുമ്പോൾ വേദന എന്നുള്ള. അദാബൻ അലീമൻ, വേദനാജനകമായ, പെയിൻഫുൾ എന്നുള്ള അർത്ഥം. അപ്പോ വേദനാജനകമായ ശിക്ഷയും, തൊണ്ടയിൽ കുടുങ്ങുന്നതായ രൂപത്തിലുള്ള ഭക്ഷണവും, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും. അൻകാൽ എന്നുള്ള സാധാരണ വിലങ്ങല്ല കേട്ടോ, ചങ്ങലകളല്ല. ഈ ശരിക്കും അൻകാൽ എന്ന് വെച്ചാൽ കനപ്പെട്ട ചങ്ങലകൾക്കാണ് പറയാം. എന്നുവെച്ചാൽ നമുക്ക് ഒരാൾക്ക് പൊന്തിക്കാൻ പറ്റാത്ത, ഉയർത്താൻ പറ്റാത്ത അത്രയും വെയിറ്റുള്ള, അത്രയും ഘനമുള്ള ചങ്ങലകൾക്കാണ് അൻകാൽ എന്ന് പറയാം. കനത്ത എന്നുള്ള, കനത്ത ചങ്ങലകൾ. അള്ളാഹു അജ്ർനാ മിനന്നാർ. അള്ളാഹു നമ്മെ എല്ലാവരും നരകത്ത് നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചാണ്, അവർക്ക് കാലതാമസം കൊടുക്കും, അവർക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തിലൂടെ പറയുന്നത്. ഇനി അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ. യൗമ തർജുഫ്, ആ പദം നിങ്ങൾ സൂറത്തു അമ്മ ജുസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൂറത്തു നാസിആത്തിൽ പഠിച്ചിട്ടുണ്ടാവും.
അല്ലേ? യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ എന്ന് പഠിച്ചിട്ടുണ്ടാവും. റജഫ എന്നാണ്, റജഫ യർജുഫു എന്നാണ് അതിന്റെ വേർബ് വരിക. റജഫ, റജഫ യർജുഫു. ആ പത്നം തർജുഫു, പ്രകമ്പനം കൊള്ളുക. സൽസല എന്നുള്ള അർത്ഥമാണ്. പ്രകമ്പനം കൊള്ളു. റജഫാച്ച പ്രകമ്പനം, തർജുഫു പ്രകമ്പനം കൊള്ളുന്നു, കൊള്ളും. ഇപ്പൊ യൗമ തർജുഫുൽ അർദ്, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന, കിടുകിട വിറയ്ക്കുന്ന ദിവസം. ഭൂമി വിറച്ചാൽ എന്ത് വിറയ്ക്കും? വൽ ജിബാൽ, പർവ്വതങ്ങളും, മൗണ്ടെയിൻ. ജിബാൽ, ജബല് എന്നുള്ളതിന്റെ പ്ലൂറലാണ് ജിബാൽ. ജബല്, ജിബാൽ. അപ്പൊ പർവ്വതങ്ങളും ഭൂമിയും ഒക്കെ കിടുകിട വിറകൊള്ളുന്ന ദിവസം. വക്കാനത്തിൽ ജിബാൽ, അങ്ങനെ ജിബാൽ ആയി തീരുന്നു. ഖാന ആയി എന്നുള്ള അർത്ഥം. ഖാനത്ത് മുഅന്നസായിട്ട് ഉപയോഗിക്കും, ഖാനത്ത് ഉപയോഗിക്കുന്നത്. ഖാനത്തിൽ ജിബാൽ, ജിബാൽ അഥവാ പർവ്വതങ്ങൾ ആയിത്തീരുന്നു. കെസീബൻ, കെസീബ് എന്ന് വെച്ചാൽ ഈ മണൽ കൂനകളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് കെസീബ് എന്ന് പറയാം. മണൽക്കുന്ന്, അതിനാണ് കെസീബ് പറയാം. എങ്ങനെയുള്ള മണലാണ്? മണൽക്കുന്നാണ്. കസീബൻ മഹീലൻ, മഹീൽ, മഹീൽ എന്ന് വെച്ചാൽ അലിഞ്ഞ് ഇല്ലാതാകുന്ന, പൊടിഞ്ഞില്ലാതാകുന്ന, അങ്ങനെയുള്ള ഇതിനാണ് മഹീൽ എന്ന് പറയാം. എൻ്റെ ഈ ഹാല യഹീലു എന്നാണ് അതിൻ്റെ ഹാല എന്ന് വെച്ചാൽ അലിഞ്ഞ് തീരുക, പൊടിഞ്ഞു തീരുക, അതിനൊക്കെ ഹാല എന്ന് പറയാം. ഹാല യഹീൽ, അതിൽ നിന്നാണ് ഇത് ഈ പറയുന്ന മഹീൽ എന്ന പദമൊക്കെ ഉണ്ടാകുന്നത്. ഹാല യഹീലു. ശരി. മഹീലൻ, പൊടിഞ്ഞ് അലിഞ്ഞു തീരുന്ന, ഉതിർന്നു തീരുന്ന, പിന്നെ ഉരുകിത്തീരുന്ന, അങ്ങനെയൊക്കെ ഉള്ളതിനാണ് മഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി കിടുകിട വിറയ്ക്കുന്ന സമയത്ത് പർവ്വതങ്ങളും അതോടൊപ്പം തന്നെ ഭൂമിയോടൊപ്പം എന്താക്കുന്നു? അത് വിറകൊള്ളുന്നു. അങ്ങനെ ആ പർവ്വതങ്ങൾ എന്തായിത്തീരും? അത് പൊടിഞ്ഞ് വലിയ മണൽക്കുന്നുകളായിട്ടുള്ള വലിയ പർവ്വതത്തിന്റെ ഭാഗങ്ങളെല്ലാം അത് പൊടിഞ്ഞ് ഒന്നുമല്ലാത്ത രൂപത്തിൽ ആയിത്തീരുന്ന ദിവസത്തെക്കുറിച്ചാണ്. അപ്പം നേരത്തെ പറഞ്ഞ എപ്പോഴാണ് ഈ പറഞ്ഞ ചങ്ങലകളും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണവും വേദനാജന ശിക്ഷയൊക്കെ വരുന്നത്? ആ വരുന്ന കാര്യത്തെക്കുറിച്ച് അല്ലാഹു യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ വകാനത്തിൽ ജിബാലു കസീബൻ മഹീല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, വദർനി വൽ മുക്കദ്ദിബീന, നേരത്തെ പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്ന, പ്രബോധനത്തെ തടസ്സം ചെയ്യുന്ന കാഫിരീങ്ങളായിട്ടുള്ള, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, അവർ അള്ളാഹിന്റെ റസൂലിനെ വ്യാജമാക്കുകയാണ്, അള്ളാഹിനെ വ്യാജമാക്കുകയാണ്. അത്തരം ആളുകളെ എന്നോടൊപ്പം അങ്ങ് ഉപേക്ഷിച്ചേക്ക്, വിട്ടേക്കുന്നതാണ്. ബാക്കി ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കൊള്ളും എന്ന അർത്ഥത്തിലാണ് അള്ളാഹു അത് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും അള്ളാഹു അവിശ്വാസികളുടേതായ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവരുടേതായ ബുദ്ധിമുട്ടിക്കൽ എന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ അള്ളാഹു റസൂൽ ആശ്വാസമായിട്ട് അങ്ങനെ കുറേ വചനങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തു പിന്നെ ഇബ്രാഹിമിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിശ്വാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതാണ് ലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ, കണ്ണ് തള്ളിപ്പോകുന്ന ദിവസത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പിന്തിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് സൂറത്തു ആൽ ഇംറാന്റെ അവസാന ഭാഗം കാണാൻ സാധിക്കും. ഈ അവിശ്വാസികൾ സ്വൈരവിഹാരം നടത്തുന്ന, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനായി പോകരുത്, നിന്റെ ഹൃദയത്തിനൊരു ഇടങ്ങാറുണ്ടാവരുതെന്നാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വല്ലാത്ത ആശ്വാസം നൽകുന്ന വചനങ്ങളാണ്. പല ആളുകളും പല പോലീസായും ചമഞ്ഞ് എല്ലാ ആൾക്കാരെയും അടക്കി വാഴുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാറുണ്ട്, ഇതെന്താ പടച്ചോ ഇതൊന്നും കാണുന്നില്ല, പടച്ചോ ഇതൊന്നും അറിയുന്നില്ല, എന്താ ഒന്നും കൊടുക്കാത്തതെന്നൊക്കെ. പക്ഷെ അള്ളാഹുവിന്റെ ഓരോ ആളുകൾ ചെയ്യുന്ന തിന്മകൾക്കനുസരിച്ച്, അക്രമം അനുസരിച്ച് ഞാൻ അപ്പപ്പം തന്നെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ
അള്ള പറയാ ഭൂമിക്ക് മുകളിൽ ആരും ഉണ്ടാവൂല, ഒരു ജീവി ഉണ്ടാവൂല, നമ്മളൊന്നും ഉണ്ടാവൂല. സുഹൃത്ത് ഫാത്തുറിന്റെ ഏറ്റവും ലാസ്റ്റ് ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ചില കാലതാമസം വെക്കുകയാണ്. അതാണ് വമഹിൽഹും ഖലീലൻ, കുറച്ചൊരു സമയം ഒരുക്കം കൊടുത്തേക്ക്, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ്. ചൂണ്ടലൊക്കെ മീൻ കൊത്തിയിട്ട് അതിൻ്റെ ഇരയും കിട്ടിയിട്ടുള്ളൊരു പോക്ക് ഉണ്ട്. പക്ഷെ പോകുന്നവർ നിശ്ചിത ഒരു സ്ഥലത്തിൽ വരെ പോകാൻ പറ്റൂ, പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലായിരിക്കും അതിൻ്റെ ബാക്കി ഭാഗങ്ങളുള്ളത്. തിരിച്ച് നമുക്ക് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അള്ളാഹു അതേപോലെ ചെറിയൊരു സമയം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, അതാണ് വദർനിബൽ മുക്കദ്ദിബീന, പിന്നെ ഉലിൻ നഅമ, ഈ സുഖലോലുപന്മാരായ ആളുകളാണ് പലപ്പോഴും എന്താകുക, അള്ളാഹുവിനെയും ദീനിനെയും ഒക്കെ കളവാക്കുക. എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഭൂമിയിൽ ലഭിക്കുന്ന ആളുകൾക്ക് പിന്നെ അള്ളാഹുവിനൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് എന്നെ ഫക്കീറാക്കണം എന്ന് പ്രാർത്ഥിച്ചിരുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ശരിക്കും എന്താണ്, സൗകര്യങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കാനുള്ള അവസ്ഥയിലെത്താതെ സൗകര്യങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വരേണ്ടത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കൽ ഇതാ ഇന്ന ലദൈന അൻകാലും വജഹീമൻ, അള്ളാഹു അവിടെ കൃത്യമായും കനപ്പെട്ട ചങ്ങലകൾ അള്ളാഹു നമുക്ക് പൊക്കാൻ പോലും പറ്റാത്ത അത്രയും കനത്ത് അവിടെ ഇട്ടിട്ട് അവിടെ കിടത്തുകയാണ് അള്ളാഹ്. അങ്ങനെയുള്ള കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുണ്ട്. മാത്രമല്ല വെള്ളം, ചൂടുള്ള വെള്ളം കുടിച്ചാൽ തൊണ്ട അങ്ങനെ തന്നെ ഉരുകി പോകുന്ന അവസ്ഥ. ഭക്ഷണങ്ങൾ തൊണ്ടയിൽ കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു സൂറത്ത് ദുഖാനിലൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകമായ സഖൂം വൃക്ഷത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഷജറത്ത സഖൂം തആമുൽ അസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സഖൂം വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കാണത്? തആമുൽ അസീമാണ്, പാപികളായ ആളുകൾക്ക് അള്ളാഹു വെച്ച ഭക്ഷണമാണ്. അത് ശരിക്കും എന്താണ്? കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ എന്ന, ഉരുകിയ ലോഹം ഉണ്ടല്ലോ, അതേപോലെ ഇരുമ്പും അതേപോലെയൊക്കെ അത് ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? അത് കുടിക്കുന്നൊരു സാഹചര്യം ഉണ്ട്, എങ്ങനെ ഉണ്ടാവും? ശരിക്കും നമ്മളെ വയറും തൊണ്ടയും എല്ലാം ഉരുകിപ്പോകുന്ന അത്രയും ഭയാനകമായ അവസ്ഥയാണ്. അള്ളാഹുവിനോട് അത്തരം ആയത്തുകളൊക്കെ നമ്മൾ ഓതുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവെ കത്തിജ്വലിക്കുന്ന നരകാഗ്നി ഞങ്ങളെ കാത്തുരക്ഷിക്കണം, അള്ളാഹു അജ്ർനാ മിനന്നാർ എന്ന് പ്രാർത്ഥിക്കണം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനോട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത്തൽ ഫിർദൗസ് എന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല, ആ ഒരു ദിവസത്തിലെ ഭൂമി കിടുകിട വിറയ്ക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന ഒരുപാട് ആളുകളൊക്കെ മത്സരിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഓരോ ഖിയാമത്ത് നാളിന്റെ അലാമത്ത് കൂടിയാണത്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ തട്ടിയിടാൻ കുറേ സാധനങ്ങൾ എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അപ്പൊ അതൊക്കെ എല്ലാ ഭൂമിക്ക് മുകളിലുള്ള എല്ലാം നശിച്ചു പോകുന്ന, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു മാത്രം ബാക്കിയാകുന്ന ദിവസത്തെക്കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വാസികൾക്ക് അത് ഈമാൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ ഓതുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടായിത്തീരുക. കൂടുതൽ ഖുർആൻ അറിയാനും പഠിക്കാനും ഒക്കെ മനസ്സിലാക്കുക. ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനൊക്കെ അടുത്ത് വരികയാണ്. ഈമാനികമായ കൂടുതൽ ഈമാനിക ചൈതന്യം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. റമദാനിൽ സാക്ഷികളാവാനും നോമ്പുകളൊക്കെ മുഴുവൻ നോക്കാനും ഒക്കെ ആരോഗ്യവും സമയവും ഒക്കെ എല്ലാം ആയുസ്സും ഒക്കെ അള്ളാഹു നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പൂർവികന്മാരായ ആളുകളുടെ ചര്യയിൽപ്പെട്ടതാണ് അതൊക്കെ. അള്ളാഹു പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും അതിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന എല്ലാ പ്രതിഫലവും ലഭിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കാനും ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്താനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനനാഥൻ ലോകത്ത് സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനുള്ള അവസരത്തിൽ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ഉള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഈമാനും ഇൽമും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് രോഗശയ്യയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യമുള്ള ആയുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശിഷ്ട ജീവിതം അവരുടേതെല്ലാം അള്ളാഹു നന്നാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله جزاكم وبركاته. الله خير.